ഗൈസ് ബ്ലണ്ടർ ടോക്കിൽ ഇന്ന് ഭയഭക്തി ബഹുമാനം, അതായത് നമ്മുടെ ദിലീപേട്ടൻ്റെ പുതിയ മൂവിയുടെ ടീസർ റിലീസ് ആയിട്ടുണ്ട്. നമുക്കെന്ന് ഏതായാലും ജസ്റ്റ് കണ്ടിട്ട് വരാം. സത്യം പറഞ്ഞ ഈ ലോകത്തെ എല്ലാവർക്കും കുറച്ചൊക്കെ ഭ്രാന്തുണ്ട്. തനിക്കറിയാലോ ആരാ വരാൻ പോകുന്നതെന്ന്. മൊത്തത്തിൽ പറഞ്ഞ അവൻ ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സാരി. പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും വർക്കാവില്ല. വന്നിരിക്കുന്നത് അവന്റെ പിന്നെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു സാർ. ഇവന്റെ ഈ കളർഫുൾ പരിപാടികളൊക്കെ ഷോയാണ്. ദിലീപേട്ടൻ I will take you to the miraculous universe of the most wanted person you are searching for. ഇവിടെ എനിക്ക് സംശയമുണ്ട് കേട്ടോ, നമ്മുടെ ലാലേട്ടൻ ഉണ്ടോന്ന്. ഈ ഡയലോഗ് പറയുമ്പോൾ ഒരു സസ്പെൻസ് ഇട്ടാണെന്നൊരു ഡൗട്ടുണ്ട്. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം. കൊള്ളാം കേട്ടോ സംഭവം. ടീസർ ഏകദേശം പൊളിയായിട്ടുണ്ട്. നല്ല പക്ക മാസ് പടത്തിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പ്രതീക്ഷ ലാലേട്ടനെ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുമെന്നാണ്. ലാലേട്ടൻ ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള ആർക്കും അറിയില്ല. അതൊരു സസ്പെൻസാണ്. ഒരു ഡയലോഗ് ഇങ്ങനെ പറയുന്നുണ്ട്, മോസ്റ്റ് വാണ്ടഡ് പേഴ്സൺ എന്നൊക്കെ. അപ്പോൾ ചിലപ്പം ലാലേട്ടനായിരിക്കാം, അറിയാൻ പാടില്ല. എന്തായാലും ടീസർ കൊള്ളാം. ടീസർ അടിപൊളിയായിട്ടുണ്ട്. ദിലീപേട്ടൻ ഇങ്ങനെ ഒരു കളർഫുൾ ടീസർ, ഒരു ഫിലിമിൻ്റെ ടീസർ കണ്ടിട്ട് കുറേ കാലമായി കേട്ടോ. ലാസ്റ്റ് ഇറങ്ങിയ പടം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ബാക്കി അങ്ങോട്ട് നമുക്ക് അത്ര പ്രതീക്ഷയ്ക്ക് ആ ഒരു പ്രതീക്ഷ അനുസരിച്ച് വന്നില്ല. പക്ഷേ ബബ്ബയുടെ ടീസർ കണ്ടിട്ട് കൊള്ളാം, ഇഷ്ടപ്പെട്ടു എനിക്ക് നന്നായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ടീസർ റിലീസ് ചെയ്ത ദിലീപേട്ടൻ്റെ മെയിനായിട്ടുള്ള ഹിറ്റ് മൂവിയൊക്കെ റിലീസ് ചെയ്ത 4-ാം തീയതിയാണ് കേട്ടോ. നമ്മുടെ മീശമാധവന്, അതുപോലെ വേറെ ഏതാണ് പറക്കും തളിക, അങ്ങനെയുള്ള പടമൊക്കെ റിലീസ് ചെയ്ത് ഈ 4-ാം തീയതി ഡേറ്റിലാണ് കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ ഇന്ന് ഇത് റിലീസ് ചെയ്തിട്ടുള്ളത്. എന്നാലും കൊള്ളാം. വിനീത് ശ്രീനിവാസനൊക്കെ പൊളിയായിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ നല്ല പക്ക ഒരു കാസ്റ്റിംഗ് ആണ് കേട്ടോ. ഇപ്പം ടീസർ കാണുമ്പം നല്ല കാസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ലാലേട്ടനൂടെ കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് പട്ടം വേറെ ലെവലായിരിക്കും. ദിലീപേട്ടൻ്റെ വലിയൊരു തിരിച്ചുവരവായിരിക്കും കേട്ടോ. കുറേ കാലം ദിലീപേട്ടൻ ഇങ്ങനെ മാസ് വേഷമൊക്കെ ചെയ്തിട്ട്. അപ്പം എന്തൊക്കെയോ ഉണ്ട്. ട്രെയിലർ കാണുമ്പോൾ സസ്പെൻസ്, നിറയെ സസ്പെൻസ് ഉണ്ട്. എങ്കിലും നമുക്ക് നോക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് ഏതായാലും ടീസർ കണ്ടിട്ട് എനിക്ക് പക്ക വർക്കിംഗ് ആയിട്ടുണ്ട്. നല്ല പക്ക മാസ്. ഇതാണ് ശരിക്കും നമ്മൾ ദിലീപേട്ടൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്ന മാസ് കോമഡി എൻ്റർടൈൻമെൻ്റ് ആയിട്ടും. അപ്പോൾ എല്ലാ മച്ചന്മാരുമുണ്ട്. വിനീത് ശ്രീനിവാസന്, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, ദിലീപേട്ടൻ, കൂടെ നമ്മുടെ ലാലേട്ടനോട്. മിക്കവാറും പട്ടം പൊളിക്കും എന്ന് തോന്നുന്നു. ടീച്ചറൊക്കെ കണ്ടിട്ട് നമുക്ക് തോന്നുന്നു. എന്തായാലും ദിലീപേട്ടൻ്റെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു തിരിച്ചുവരവിന് വേണ്ടി, വലിയൊരു കംബാക്കിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം.